ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ്. നമ്മളിന്ന് പത്തനംതിട്ട കോന്നിയിലുള്ള എലിഫൻറ്റ് മ്യൂസിയം കാണാൻ പോയതാണ്. അങ്ങനെ എലിഫൻറ്റ് മ്യൂസിയം കാണാൻ പോയതല്ല, ഏട്ടനും പത്തനംതിട്ട വരെ പോകണമായിരുന്നു. അപ്പം ഞങ്ങളോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് വെറുതെ ചോദിച്ചതാണ്. ചോദിക്കേണ്ടതുണ്ടോ, ഏട്ടൻ ചോദിക്കേണ്ട താമസം നമ്മൾ ചാടിക്കേറി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ എലിഫൻറ്റ് മ്യൂസിയം കാണാൻ പോയതല്ല, അല്ലാണ്ട് വെറുതെ സൺഡേ ആയിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ കയറിപ്പോയതാണ്. അപ്പം ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പിലോട്ടാണ് പോയേ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഞങ്ങൾ പോസ്റ്റ് അടിക്കുന്ന കണ്ടുകൊണ്ട് ആ ഷോപ്പിലെ ഓണർ ചേട്ടൻ പറഞ്ഞു, ഇവിടെ കാണാൻ പറ്റിയൊരു എലിഫൻറ്റ് മ്യൂസിയം ഉണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ആ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പം ഷോപ്പിലെ കണ്ണാടി മുമ്പിൽ നിന്ന് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുക. ഞങ്ങളങ്ങനെ ചേട്ടൻ അവിടെ കൊണ്ടാക്കി. നമ്മൾ ആദ്യം വിചാരിച്ചു വെറുതെ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ വിചാരിച്ചു. പക്ഷേ ചെന്നിറങ്ങി ചൂടായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ചൂടായിരിക്കും, പറ്റത്തില്ല എന്ന് വിചാരിച്ചു. ചെന്നിറങ്ങി ഭയങ്കര രസമുണ്ട്, തിരിച്ചു വരാനേ തോന്നത്തില്ല. അടിപൊളി സ്ഥലം. പത്തനംതിട്ടയിലോട്ടൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോകണം കേട്ടോ. സൂപ്പർ സ്ഥലം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മൾ ചെല്ലുമ്പോഴേ ഫസ്റ്റ് നമുക്ക് കയറി കാണാനുള്ളത് ആനകളെക്കുറിച്ചൊക്കെ ഒരുപാട് എൻ്റെ എല്ലാ ആനകളുടെയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആനക്കെണിയോ, ആനക്കുഴിയിൽ വീഴുവാൻ രക്ഷിക്കുന്നതും ആനക്കെണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴിക്കിടുന്നതും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങൾ, അതെല്ലാം ഓരോ ഇതായിട്ടിങ്ങനെ, അതൊക്കെ നല്ല രസമുണ്ട്. കണ്ടുകൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഒരു ആനയുടെ സ്കെൽട്ടറും, പിന്നെ ഇത് തലയൊട്ടി ആണെന്ന് തോന്നുന്നു, അത് അവിടെ ഒരെണ്ണമുണ്ട്. ഞാൻ ആ കൊമ്പിലൊക്കെ പിടിച്ച് നോക്കി. കൊമ്പ് പക്ഷേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, വെള്ള പെയിൻറ്റ്. ഇത് ആനയുടെ പല്ല്, മുട്ട് ചിരട്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം അവിടെ ആനയുടെ പണ്ടത്തെ ആ ആനപ്പാപ്പന്മാരുടെ കയ്യിലിരിക്കുന്ന സാധനമില്ലേ, ഇപ്പോഴത്തെ കമ്പും കോലും അല്ല, പണ്ടത്തെ അതൊക്കെ ഉണ്ട്, നല്ല സാധനങ്ങൾ. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ ഒരുവിധപ്പെട്ട ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ സൗണ്ട് അവർ കരയുന്നത് ഇങ്ങനെ കേൾപ്പിച്ചുതരും, ഓരോന്നായിട്ടിങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങി കിട്ടുന്നത്. അപ്പോൾ ഇതൊരു തുളസികളുടെയൊക്കെ ഒരു സെക്ഷൻ. എല്ലാ തുളസിയുണ്ട്, എല്ലാം ഉണങ്ങി നിൽക്കുക, ഏതൊക്കെയോ കിളിച്ച് നിൽപ്പുണ്ട്. ഇത് വിക്സ് തുളസി, പിന്നെ സീതാ തുളസി, കൃഷ്ണ തുളസി, അങ്ങനെ. വിക്സ് തുളസി എന്ന് പേരേ ഉള്ളൂ. അവിടെ ഒരു വിക്സ് തുളസിയുടെ ഒരു കഷ്ണം പോലും കണ്ടില്ല, ഉണങ്ങി നിൽക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറൊരെണ്ണം തടിയിൽ വൈക്കോലിൽ അങ്ങനെയൊക്കെ ആനേനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കുഞ്ഞു ആനകളെ തടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന. പിന്നെ വേറൊരെണ്ണം ഉണ്ട് വെച്ചിട്ട് ആ പായിൽ പെയിൻ്റ് അടിച്ചത്. ഇത് പായാണ് കേട്ടോ, നമ്മുടെ അതിനകത്ത് പെയിൻറ്റ് ചെയ്തേക്കുക. അത് അടിപൊളിയത്, നേരിട്ട് കാണണം. ഇത് നല്ല ഭംഗിയത്. ഇതൊക്കെ നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ സിമെൻറ്റിൽ ചെയ്തതെന്ന് തോന്നുന്നു. ഇത് അപ്പുറത്ത് വൈക്കോൽ വെച്ച് ചെയ്ത്, അതിനപ്പുറത്ത് തടി ഒട്ടിച്ചൊട്ടിച്ച് ചെയ്തേക്കുന്ന. ഇത് വേറെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടാക്കി. ഇതാണ് അവിടുത്തെ ഏറ്റവും കുട്ടിയാന. ഇവൻ്റെ പേര് എന്തോ കൊച്ചയ്യപ്പൻ. ഇവന് 2 വയസ്സാണ്. ഞാൻ ചെന്നപ്പം തൊട്ടേ അവൻ്റെ ഈ കറക്കമാണ്. ഇവിടെ നിന്ന് തുടങ്ങിയത് ഇങ്ങനെ കറങ്ങി അവൻ ഈ കറക്കമായിരുന്നു. അവനാണ് അവിടുത്തെ ഏറ്റവും കുട്ടി ആന. പിന്നെ അവിടെ ഇപ്പോൾ മൊത്തം 5-6 ആന എങ്ങാണ്ടുണ്ട്. പിന്നെ അവിടെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഈ ആന ഇതാണ് ഇവള്. ഇതിന് എത്ര വയസ്സാണ്? 22 വയസ്സ്. 22 വയസ്സുള്ള. അപ്പുറത്തൊരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയല്ല, എത്ര വയസ്സായി? 40 വയസ്സുള്ള. അത് അമ്മൂമ്മയൊന്നും അല്ല കേട്ടോ, 40 വയസ്സുള്ളൊരു ചേച്ചി, 40 വയസ്സുള്ള ചേച്ചിയാണ്. അപ്പം അതുണ്ട്. ഇതിനെയൊക്കെ കാണാൻ ഭയങ്കര രസം. നല്ല തൊക്കുടുമുണ്ടുമാരാണ്, നല്ല ഉണ്ട തക്കാളികളാണ്. നമുക്കിങ്ങനെ കുത്തി കൊടുക്കാൻ തോന്നും. ഇങ്ങനെ സ്നേഹം കൊണ്ട്, ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കവളവ് കുത്തത്തില്ല, അതുപോലെ സ്നേഹം കൊണ്ട് തിരിച്ച് അവർ തുമ്പിക്കൈ വെച്ച് നമ്മളെ കുത്തുമെന്ന് പേടിച്ച് ദൂരെ മാറി നിന്നു. അല്ലെങ്കിൽ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട് കാണാൻ. എന്തോരം ഭംഗിയില്ല, എന്ത് രസമായിട്ടാണ് അവർ വളർത്തുന്നതെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ഇത്ര ഇതായിട്ട്. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ ആനകളെ. അയ്യോ, പൊന്നു വയസ്സ് പറയാറായില്ല, പൊന്നാണക്കട. അപ്പോൾ പിന്നെ തന്നെ ഇതാണ് ഇവൻ ഇങ്ങനെ ആടി 2 3 ആ കുഞ്ഞതും കൂടി കൂട്ടി 3, ബാക്കി പെണ്ണുങ്ങളാണ് തോന്നുന്നു. ഇയാൾ നിന്ന് ആടി ഭയങ്കര ആട്ടമായിരുന്നു ഇയാൾക്ക്. അവിടെ ആനയെ കുളിപ്പിക്കുന്ന സ്ഥലം കേട്ടോ.
അവിടെ കൊണ്ടുപോയി ആനകളെ കുളിപ്പിക്കുന്ന ഇവിടെ നിന്ന് ഇറക്കി അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കും. ഓരോ ആനകൾക്കും ഓരോ പാപ്പാമാർ വെച്ചാൽ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറൊരുത്തനുണ്ട് ദൈവം. ഇവൻ ഭയങ്കര ആട്ടമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ആട്ടം കണ്ടുകൊണ്ട് എല്ലാവരും വിചാരിച്ചത് ഈ ആടുന്നുണ്ടോ, ഇവൻ്റെ ഈ ആട്ടവും കുലുക്കവും കണ്ടുകൊണ്ട് എല്ലാവരും വിചാരിച്ചു അവൻ ആൾക്കാരെ കാണുന്നുകൊണ്ട് കളിക്കുകയാണെന്ന്. ആക്ച്വലി അവനെന്തോ ദേഷ്യം വന്നിട്ട് ആ വെയിലും ചൂടും കാരണം അവന് വെള്ളത്തിന് വേണ്ടിയിട്ടും കണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് കൊച്ചച്ഛനും കുഞ്ഞാവയും കൂടി കളിച്ച്. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. അവിടുന്ന് ആ മൊബൈലിൻ്റെ കടയിൽ എന്തോ വർക്ക് ചെയ്യാൻ പോയത്. അത് കേട്ട് ഏട്ടൻ വന്ന് കുഞ്ഞാവേനെ എടുത്തുകൊണ്ട് നടന്നു. പിന്നെ നമ്മൾ 3D ഇത് കാണാൻ വേണ്ടി കയറി. 3D തിയേറ്ററിൽ കയറി. അപ്പം കയറിയപ്പോൾ ഏട്ടൻ പറഞ്ഞു സിംഹവും കടുവയും അതുമൊക്കെ അടുത്ത് വരുന്ന കാണിക്കുന്നുണ്ട്. കയറി ഒന്നുമില്ലായിരുന്നു. അതൊന്നും അല്ല, പിള്ളേർ കാർട്ടൂൺ കാണത്തില്ലേ അതുപോലത്തെ ആയിരുന്നു. അതിനകത്ത് അവിടെ പോകുന്നവർ കയറണ്ട, വെറുതെ. ഞങ്ങൾക്ക് ഓരോ പൊട്ടക്കണ്ണടിയൊക്കെ തന്ന് ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു. ചുമ്മാ വെറുതെ കാർട്ടൂൺ കാണുന്ന പോലെ ഉള്ളായിരുന്നു. ഒരു രസമില്ലായിരുന്നു. വെറുതെ കയറി, ഒന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ ആദ്യം അവിടുത്തെ ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ളതെല്ലാം പറഞ്ഞു. അത് നല്ല രസമുണ്ടായിരുന്നു. ആനകളെക്കുറിച്ചുള്ള എല്ലാം നമുക്ക് പറഞ്ഞുതരും. ആ സ്ഥലത്തിൻ്റെത്, ആനകൾ വന്നത്, ഇതെല്ലാം. അതിനകത്ത് 10-15 മിനിറ്റ് കാണുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞിറങ്ങി. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ്. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പോകാൻ പറ്റുന്നവർ പോകണം കേട്ടോ അവിടെ.